ഇപ്പോഴേയും കടന്ന സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നേ. കാവേരി പോലീസ് സ്റ്റേഷനിൽ ജയപാലിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ വന്നിരുന്നു എന്നറിഞ്ഞ് ജയപാലിന് അവളെ കൊല്ലാനുള്ള ദേഷ്യം വരുവാണ്. ഇനിയും കാവേരിയെ വെറുതെ വിട്ടാൽ ശരിയാകൂല. എന്നെ പൂട്ടാനുള്ള തെളിവൊക്കെ കാവേരിക്ക് കിട്ടിത്തുടങ്ങി. ഇനി നരനും രഘുനാഥനും അവൾക്കൊപ്പം നിന്നാൽ ഞാൻ എന്തായാലും പെടും എന്ന് മനസ്സിലായ ജയപാലൻ കാവേരിയെ കൊല്ലാൻ ഗുണ്ടകളെ ഏൽപ്പിക്കുകയാണ്. ഇതൊന്നും അറിയാതെ കാവേരി ജയപാലിനെതിരെ തെളിവുകൾ അന്വേഷിച്ച് സാക്ഷി പറയാൻ ആരെങ്കിലും കിട്ടോ എന്നൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. ജയപാലിന് മനസ്സിലായി കാവേരിക്കൊപ്പം നിവിനും കൂടെയുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ കാവേരിയെയും നിവിനെയും പിരിക്കാന് രാജേശ്വരിയുടെ അടുത്ത് വന്ന് പറയാണ്, നിവിൻ എപ്പോഴും കാവേരിക്കൊപ്പമാണ് പോകുന്നതും എന്നെ എതിർത്ത് അവരുടെ കുടുംബത്തെ സഹായിക്കുവുമാണ്. രാജേശ്വരിയും നിവിന് സപ്പോർട്ടായി നിൽക്കുവാണോ? നീ എനിക്കൊരു വാക്ക് തന്നിരുന്നു, എന്റെ മകൾ രാഗിണിയെ നിന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന്. എന്നിട്ട് കാവേരിയും നിവിനും ഒപ്പമുള്ള ഫോട്ടോസ് ഒക്കെ രാജേശ്വരിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിവിന് കാവേരിയെ ഇഷ്ടമാണെന്നാ തോന്നുന്നേ, നീയും അവന് സപ്പോർട്ടായി നിൽക്കുവാണല്ലേ. രാജേശ്വരി അപ്പോ പറയാണ്, ഞാൻ അതൊക്കെ നിവിന്റെ ഒരു തമാശ ആയിട്ടേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഒരിക്കലും എന്റെ സ്റ്റാറ്റസ് വെച്ച് ആ കുടുംബത്തിന്ന് ബന്ധം ആലോചിക്കൂല. ഞാൻ ജയപാലിന് ഒരു വാക്ക് തന്നിട്ടുണ്ട്, അതേ ഇവിടെ നടക്കുകയുള്ളൂ. രാഗിണിയാണ് എന്റെ മരുമോള്. എത്രയും വേഗം രാഗിണിയും നിവിനും കല്യാണം കഴിക്കണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ജയപാലൻ അപ്പോ പറയാണ്, എനിക്കത് കേട്ടാ മതി. എന്തായാലും രാജേശ്വരി നിവിനും കാവേരിയുമായുള്ള അടുപ്പം ഒന്ന് നിർത്തിച്ചേക്ക്. എന്റെ മരുമകൻ നിവിന് ഞാൻ 5 ഏക്കർ തോട്ടമാണ് സമ്മാനമായി വാങ്ങിച്ചിട്ടുള്ളത്. രാഗിണി ഉടനെ പഠിത്തം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരും. അപ്പോ നമുക്ക് നിവിന്റെയും രാഗിണിയുടെയും കല്യാണം നടത്താം. രാഗിണിയും നിവിനെ കാണാൻ വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ്. അങ്ങനെ പറഞ്ഞ് ജയപാലൻ പോകുകയാണ്. രാജേശ്വരി കാവേരിയുടെ ഉള്ള ദേഷ്യം കാരണം സ്നേഹത്തേരം വീട്ടിലേക്ക് പോകുകയാണ്. വിനീത് രാജേശ്വരിയെ കാണുമ്പോ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. അകത്ത് വന്ന രാജേശ്വരി ശാരദയ്ക്ക് നിവിനും കാവേരിയും ഒപ്പമുള്ള ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുത്ത് പറയാണ്, ഇതെന്താണ് ഇവിടെ നടക്കുന്നേ? നിങ്ങൾ പെൺമക്കളെയും ഉണ്ടാക്കിയിട്ടുള്ളത് പണക്കാരൻ വീട്ടിലെ പയ്യന്മാരെ വളയ്ക്കാനാണോ? ഇനി മേലാൽ എന്റെ മകൻ നിവിനുമൊപ്പം കാവേരിയെ കണ്ടുപോകരുത്. എന്റെ മോന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുള്ളതാ, അത് അധികം വൈകാതെ തന്നെ നടക്കും. നിന്റെ മകള് കാവേരി കാരണം നിവിന്റെ കല്യാണം മുടങ്ങുവാണേൽ രാജേശ്വരി ആരാണെന്ന് നിങ്ങൾ അറിയും. ഇത് കേട്ട് ശാരദയ്ക്കും ഗംഗയ്ക്കും നിവിനും ഒക്കെ സങ്കടമാവുന്നുണ്ട്. ശാരദ എന്നിട്ട് പറയാണ്, കാവേരിക്ക് അങ്ങനെ ഒരു ബന്ധമൊന്നും നിവിനുമായിട്ടില്ല. നിവിൻ നല്ലൊരു പയ്യനാണ്. ഞങ്ങളുടെ സങ്കടം കണ്ടപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ മാത്രമാണ് ഇവിടേക്ക് വരുന്നത്, അല്ലാതെ കാവേരിയുമായി ഒരു അടുപ്പവും ഉണ്ടാവില്ല. ഇത് ഞാൻ രാജേശ്വരിക്ക് തരുന്ന ഉറപ്പാണ്. രാജേശ്വരി അപ്പോ പറയാണ്, ഈ പറഞ്ഞ വാക്ക് മാറാതിരുന്നാ മതി. ഇനി നിവിനുമായി ഒരു ബന്ധവും നിങ്ങളുടെ കുടുംബവുമായി വേണ്ട. ഇനി അവൻ ഇവിടെ വരുന്നത് ഞാൻ കണ്ടാൽ രാജേശ്വരി ആരാണെന്ന് നിങ്ങൾ അറിയും എന്ന് പറഞ്ഞിട്ടാണ് രാജേശ്വരി പോകുന്നത്. ഇതൊന്നും അറിയാതെ കാവേരി വീട്ടിലേക്ക് വരുമ്പോ എല്ലാരും വിഷമിച്ചിരിക്കുന്നതാണ് കാണുന്നത്. എന്നിട്ട് ശാരദയോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് കാവേരി. ശാരദ അപ്പോ ദേഷ്യത്തിൽ പറയാണ്, നിനക്ക് നിവിനുമായി അടുപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇവിടെ നിർത്തിക്കാള്. ഇനി നിവിനുമായി ഈ കുടുംബത്തിൽ ഒരു ബന്ധവും വേണ്ട. ഇത് കേട്ട് കാവേരിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ ശാരദയോട് എന്താണ് പ്രശ്നം, എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ശാരദ പറയാണ്, രാജേശ്വരി ഇവിടെ വന്നിരുന്നു, നീയും നിവിനും ഒപ്പമുള്ള ഫോട്ടോസ് ഒക്കെ കാണിച്ചു തന്നു. എന്നിട്ട് നിനക്ക് നെവിനെ ഇഷ്ടമാണെന്നും ഞാൻ പെൺമക്കളെ വളർത്തിയത് പണക്കാര് വീട്ടിലെ പയ്യന്മാരെ വളച്ചെടുക്കാനാണെന്നും നിവിന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് ഇനി അവനുമായി ഒരു ബന്ധവും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ട് ഞാൻ പറയാണ്, നിനക്ക് ഇനി നിവിനോട് എന്തേലും ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നിർത്തിക്കാള്. ഇനി നിവിനുമായി നമ്മുടെ കുടുംബത്തിന് ഒരു ബന്ധവും വേണ്ട. കാവേരി ഇതൊക്കെ കേട്ട് ദേഷ്യം വരികയാണ്. രാജേശ്വരി ഇങ്ങനെ പറഞ്ഞു പോകുമെന്ന് കാവേരി കരുതിയിട്ടില്ല. എന്നിട്ട് ശാരദയോട് പറയാണ്,
എനിക്ക് അതിന് നിവിനുമായി ഒരു ബന്ധവുമില്ല. ഞാൻ അവനെ ഒരു ഫ്രണ്ട് ആയിട്ടേ കണ്ടിട്ടുള്ളൂ എന്ന് കരുതി പെട്ടെന്ന് ഒരു ദിവസം നിവിനെ അകറ്റി നിർത്താൻ പറ്റുമോ? നിവിൻ ഉണ്ടായത് കൊണ്ടാ നമുക്ക് ചേബാലിനെതിരെ ഉള്ള തെളിവുകൾ കിട്ടിയത്. ഞാൻ ഇപ്പോ അതിന് പിന്നാലെ നടക്കുവാണ്. അല്ലാതെ അമ്മ പറയുന്ന പോലെ എനിക്ക് നിവിനുമായി ഒരു ബന്ധവുമില്ല. എന്നിട്ട് പിന്നെ കാവേരി ചേബാലിനെതിരെ തെളിവുകൾ അന്വേഷിക്കുവാണ്. ശിവരാമന്റെ അടുത്ത് വന്ന് ശിവരാമനോട് അരവിന്ദനുമായുള്ള പഴയ ഓർമ്മകളൊക്കെ പറഞ്ഞ് ശിവരാമന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുകയാണ് കാവേരി. ശിവരാമന് അരവിന്ദന്റെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമ്പോൾ സങ്കടം വരുന്നുണ്ട്. കാവേരി എന്നിട്ട് ശിവരാമനോട് ചോദിക്കുകയാണ്, അങ്കിളിന് എന്തേലും സത്യം അറിയുന്നുണ്ടെങ്കിൽ എന്നോട് പറ. അങ്കിളിന് അറിയൂലേ ഈ തോട്ടം എന്റെ അച്ഛൻ അരവിന്ദൻ വാങ്ങിയതാണെന്ന്? എന്റെ അച്ഛൻ ശിവരാമൻ അങ്കിളിനെ അത്രയ്ക്കും വിശ്വാസമുണ്ടായിരുന്നു. അങ്കിൾ എന്തിനാ സത്യം ഞങ്ങളിൽ നിന്ന് മറയ്ക്കുന്നത്? അങ്കിളിന് അറിയുന്ന സത്യം പറയ്. അങ്കിളിന് അച്ഛനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നില്ലേ? അങ്കിൾ എന്നോട് സത്യം പറയ്. ഇതെല്ലാം കേട്ട് ശിവരാമന് അരവിന്ദന് ഓർത്ത് സങ്കടം വരുന്നുണ്ട്. എന്നിട്ട് കാവേരിയോട് സത്യം തുറന്നു പറയാണ്, ഈ തോട്ടം വാങ്ങാനുള്ള പണം നിന്റെ അച്ഛൻ ജയപാലിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. മുഴുവൻ പണവും അയച്ചിട്ടുണ്ട്. നിന്റെ അച്ഛൻ അരവിന്ദൻ അവസാനമായി തോട്ടത്തിൽ വന്നപ്പോ ജയപാലിനോട് ചോദിച്ചതാ, തോട്ടത്തിന്റെ പണം ഞാൻ അയച്ചു തന്നത് മുഴുവൻ കൊടുത്തില്ലേ, ഇനി രജിസ്ട്രേഷന് പോയാലോ എന്ന്. അപ്പൊ ജയപാലൻ അരവിന്ദന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ അതിന് കാശൊന്നും തന്നിട്ടില്ലാലോ, അതുകൊണ്ട് ഈ തോട്ടം രജിസ്റ്റർ ചെയ്യാൻ പറ്റൂല, വേറെ ആള് വാങ്ങി. ഇത് കേട്ട് സങ്കടം സഹിക്കാൻ പറ്റാതെ പൊട്ടിക്കരഞ്ഞാണ് ഇവിടുന്ന് പോയത്. അത്രമേൽ വിശ്വസിച്ച് സ്വന്തം സുഹൃത്തായ ജയപാലൻ ചതിച്ചതറിഞ്ഞ് നെഞ്ചു പൊട്ടിയായിരിക്കും അരവിന്ദൻ മരിച്ചിട്ടുണ്ടാവുക. ഇത് കേട്ട് കാവേരി പൊട്ടിക്കരയാണ്. അച്ഛൻ അപ്പോ ജയപാലൻ കാരണമാണ് മരിച്ചത് എന്നറിഞ്ഞ് പൊട്ടിക്കരയുവാണ് കാവേരി. എന്നിട്ട് ശിവരാമനോട് ചോദിക്കാണ്, ഈ തോട്ടത്തിന്റെ ഓണർ ആരായിരുന്നു എന്ന് അങ്കിളിന് അറിയോ? ശിവരാമൻ അപ്പൊ പറയാണ്, ഈ തോട്ടത്തിന്റെ ഓണറിന്റെ പേര് രഘുനാഥൻ എന്നാണ്. അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവര് കാവേരിക്ക് സപ്പോർട്ടായി നിൽക്കും. അത്രയ്ക്ക് നല്ല മനുഷ്യനാണ് ആ രഘുനാഥൻ. എന്നിട്ട് കാവേരി രഘുനാഥൻ സാറിനെ കാണുവാൻ സിറ്റിയിലേക്ക് പോവുകയാണ് ഒറ്റയ്ക്ക്. ഈ കാര്യം അറിഞ്ഞ ജയപാലൻ അവളെ കൊല്ലാൻ ഗുണ്ടകളെ ഏൽപ്പിക്കുകയാണ്. കാവേരി നല്ല നേരം വൈകിട്ടാണ് ആ രഘുനാഥൻ സാറിന്റെ വീടിന്റെ വഴി വരെ എത്തുന്നത്. പുറകില് കുറച്ച് ആളുകൾ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ കാവേരി ആ റോട്ടിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഒരു രക്ഷകനെ പോലെ നരൻ വന്ന് കാവേരിയുടെ കയ്യിൽ പിടിക്കുന്നേ. എന്നിട്ട് ആ ഗുണ്ടകളെയെല്ലാം അടിച്ചോടിക്കുവാണ് നരൻ. കാവേരിയും നരനും ആദ്യമായിട്ട് കാണുന്ന എപ്പിസോഡാണിത്. ഇനി അങ്ങോട്ട് കാവേരിക്കൊപ്പം നരനും കൂടെയുള്ള അടിപൊളി എപ്പിസോഡൊക്കെയാണ് വരാൻ പോകുന്നത്. അതുപോലെ നരൻ വരുന്നതോടുകൂടി ജയപാലിനെതിരെ തെളിവുകൾ കാവേരിക്ക് കിട്ടുകയും കാവേരിക്ക് അരവിന്ദൻ വാങ്ങിയ തോട്ടം തിരിച്ചു കിട്ടാനോ ഒക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.